ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പന്തളത്തിനടുത്ത് കുളനട എന്ന ഗ്രാമത്തിൽ ഒരു പാർക്കുണ്ട്. ആ പാർക്കിലേക്കാണ് ഇന്ന് പോകുന്നത്. ആരോഗ്യനികേതനം എന്നറിയപ്പെടുന്ന ഈ പാർക്കിന് ഒരുപാട് സവിശേഷതകളുണ്ട്. പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാർക്കായിരുന്നു ഇത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ആധുനിക കാലത്തിലെ കുറേ കാര്യങ്ങൾ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയോട് കൂടിയ ഒരു എൻട്രൻസ് ആണ് ആദ്യം തന്നെ കാണുന്നത്. അതിനുശേഷം നമ്മൾ ചെല്ലുന്നത് പാർക്കിങ്ങിലേക്കാണ്. വളരെ വിശാലമായ പാർക്കിംഗ് ഉള്ളിലും അതുപോലെ തന്നെ പ്രത്യേകം അറേഞ്ച് ചെയ്തൊരു ഗ്രൗണ്ടും ഇതിനായിട്ടുണ്ട്. ത്തേക്ക് പ്രവേശിക്കുന്നതിന് ഇവിടെ എൻട്രി ഫീ ഉണ്ട്. 20 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് നിരക്ക് വരുന്നത്. നിറയെ പൂക്കളാലും ചെടികളാലും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത ഒരു എൻട്രൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. 4 മണിക്കാണ് ഈ പാർക്ക് ഓപ്പണിംഗ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നു തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു 4:15 ആയപ്പോഴേക്കും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇൻസ്റ്റാ റീൽ വഴിയിട്ടാണ് ഈ പാർക്കിനെ പറ്റിയിട്ട് അറിയുന്നത്. കണ്ടപ്പോൾ വളരെ ഭംഗി തോന്നിയിട്ടാണ് ചെന്നത്. എന്നാൽ വീഡിയോയിൽ കണ്ടതിനേക്കാളും മനോഹരമായിട്ടായിരുന്നു അവിടെ ഓരോ കാര്യങ്ങളും കാണാൻ സാധിച്ചത്. രക്ഷയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വണ്ടി നമ്പരും വീടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അവർ എഴുതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്നിടത്ത് അത്യാവശ്യം അവിടെ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങളും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുക്കുന്നിടത്ത് ജസ്റ്റ് നമ്മൾ ഈ പാർക്കിനെ പറ്റിയിട്ട് ഒന്ന് തിരക്കിയിരുന്നു. അപ്പോൾ അവിടെ പറഞ്ഞത് 90s കിഡ്സിന് വളരെയധികം നൊസ്റ്റു അടിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടെന്നാണ്. അതായത് ആധുനിക കാലത്തെ കുറേ കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും ഉണ്ടാകുന്ന ചേഞ്ചസും അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോകെ വീഡിയോയിൽ കാണാം. ഇവിടെ ഭിത്തികളിൽ എഴുതി വെച്ചിരിക്കുന്ന ശൈലികളും അതുപോലെ തന്നെ ഒരു വലിയ നോട്ട്ബുക്ക് തുറന്നു വെച്ചിട്ട് ആരോഗ്യത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻട്രി ചെയ്യുന്നത് മുള കൊണ്ടിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കവാടമാണ്. ലുസിന് ആ ബുക്ക് തുറന്നു വെച്ചിരിക്കുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ആ ബുക്കിൽ ചെന്നിട്ട് മാക്സിമം അത് അങ്ങോട്ട് താളൊക്കെ ഒന്ന് മറിച്ച് നോക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാലും അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് കുറച്ച് പിക്സ് ഒക്കെ അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ആളെ മെല്ലെ ഇറക്കുകയാണ്. കാരണം അവിടെയുള്ള ഒരു വസ്തുവിലും തൊടാൻ പാടില്ല എന്ന് അവരുടെ ആ സൈൻ ബോർഡിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടനും അലൂസും എൻട്രി ചെയ്യുന്ന ആ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് 1970 കാലഘട്ടത്തിലേക്കാണ് നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ പോകുന്നു എന്നാണ്. അതായത് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം 1970 കാലഘട്ടങ്ങളിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര നൊസ്റ്റു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഇതിനുശേഷം പിന്നീട് നമ്മൾ കണ്ടത് വളരെ വെറൈറ്റി ആയിട്ടുള്ള 1970കളിൽ ഉണ്ടായിരുന്ന കുറച്ച് പിക്ചേഴ്സ് ഉൾപ്പെടുത്തിയ ഒരു ഫ്രെയിമാണ്. ഒരു സെക്ഷനിൽ മാത്രം ഒരുപാട് ഫോട്ടോസ് പല ഫ്രെയിമുകളിലാക്കിയിട്ട് ഒന്നിച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം അവിടെ പണ്ട് കാലത്ത് അതുണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു എന്നൊക്കെ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു പാർക്കിലേക്ക് പോയി ആ ഒറ്റ ഫ്രെയിം കാണിച്ചു കൊടുത്തിട്ട് അതിന് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നമ്മളുടെ പൂർവികർ എങ്ങനെയായിരുന്നു ഈ ഭൂമിയിൽ താമസിച്ചിരുന്നതെന്ന് മനസ്സിലാവും. കാരണം കാളവണ്ടിയും കലപ്പേന്തിയ കർഷകനും അതുപോലെ പണ്ടത്തെ മനുഷ്യരുടെ ആ ഒരു ഒത്തൊരുമയെല്ലാം ആ ഒറ്റ ഫ്രെയിമിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് വളരെ പ്രാധാന്യമേറിയ കാര്യമാണ്. അവിടെ കുറേ ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ അന്തരീക്ഷവും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്ന സമയം പോകുന്നതേ അറിയത്തില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നീട് അവിടെ ഒരു കാളവണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനപ്പുറത്തായിട്ട് പണ്ടത്തെ മാടക്കട എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ. അതായത് നമുക്ക് ഈ തേൻ മുട്ടായി, പുളിമുട്ടായി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ, ഗോലി സോഡ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളുടെ നൊസ്റ്റാൾജിയയിൽ വരുന്നതാണ്. അതുപോലെ ഒരു മിനി കട അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പണ്ടത്തെ നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ ചെന്നിരിക്കുന്ന മോഡലിൽ ഒരാളെയും ആ കടയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈക്കിളും വെച്ചിട്ടുണ്ട്. പ്രത്യേക ഭംഗിയാണ് അത് കാണാനായിട്ട്. ചിത്രങ്ങളിലൂടെ മാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇനി കർഷകരെ പറ്റിയിട്ടും പണ്ടത്തെ കൃഷിയിടങ്ങളെ പറ്റിയിട്ടും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥയൊന്ന് ആലോചിച്ച്. അതുപോലെ ഈ ഒരു പാർക്കിൽ കലപ്പേന്തിയ കർഷകൻ, പണ്ടത്തെ അമ്മൂമ്മമാർ നെല്ല് ഇടിക്കുന്ന ആ ഒരു പ്രതിമ, അങ്ങനെ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അല്ലൂസിന് അതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റി. ആയിട്ട് നമ്മൾ 2000ലേക്കാണ് സ്റ്റെപ്പ് വയ്ക്കാൻ പോകുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം.
ആ ഒരു കവാടം വളരെ മനോഹരമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് വെച്ച് അങ്ങോട്ട് ഇറങ്ങുന്നത് ഒരു പുഴയുടെ അരികിലേക്കാണ്. ആ പുഴ ക്ലോസ്ഡ് ആണ്, കാരണം അത് സേഫ്റ്റി വിചാരിച്ചിട്ട് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എന്നാൽ പോലും ആ പുഴയും അതിനോട് ചുറ്റി നിൽക്കുന്നത് കുറേ മുള കൊണ്ടിട്ടുള്ള മരങ്ങളാണ്. അതിൻ്റെ ആ ഒരു ഈ കാറ്റടിക്കുമ്പോഴുള്ള ഒരു ശബ്ദമുണ്ടല്ലോ, അതൊക്കെ കേട്ട് ആ ഒരു സ്പേസിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. ഡയരം കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ കണ്ടോ, ചെസ് ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം ആ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്നും നമ്മളൊരു പുതിയ കാലഘട്ടത്തിലേക്ക് വരികയാണ്. കുറച്ച് മോഡിഫൈഡ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലൂസ് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, എല്ലാത്തിലും കയറി കളിക്കണം. അവൻ്റെ എക്സൈറ്റ്മെൻറ്റും ഞങ്ങളുടെ ആ ഒരു ഇൻട്രസ്റ്റും കണ്ടിട്ടാണോ എന്നറിയത്തില്ല. അവിടെ 2-3 സെക്യൂരിറ്റി ചേട്ടന്മാരുണ്ട്. അതിലൊരു ചേട്ടൻ വന്നിട്ട് നമ്മളോട് അമേരിക്കയിൽ നിന്നാണോ വന്നതെന്നൊക്കെ ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമേരിക്കക്കാരൊക്കെയാണ് വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. 2000ലേക്ക് വന്നപ്പോൾ നമ്മളുടെ ആധുനിക രീതിയിലെ ആ ഒരു കാഴ്ചകളൊക്കെ മാറി. പിന്നീട് വരുന്നത് പുതിയ രീതികളിലേക്കാണ്. കാറുകളും സ്കൂട്ടറുകളും ഒക്കെ വന്ന് ഒരു പുതിയ തലമുറയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലൂസിന് അതിൽ കയറണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരമൊക്കെ അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഊഞ്ഞാലിലൊക്കെ ആടി. നമ്മൾ 3 പേരും കൂടെ ഊഞ്ഞാലിലൊക്കെ സ്പെൻഡ് ചെയ്തിരുന്നു. കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യും. കാരണം അവിടുന്ന് പോകാൻ തോന്നത്തേയില്ല, അത്ര മനോഹരമായിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മുളമരങ്ങൾ നിൽക്കുന്നത് തന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ഈവനിങ് ടൈമും കൂടെ ആയപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ ആ മുളയുടെ ഇടയിൽ കൂടെ അടിച്ചു വരുന്നതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെ കണ്ടോ, ഒരമ്മമ്മ ഇരുന്ന് എന്തോ അരക്കുകയാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ അരകല്ലുണ്ടല്ലോ, അതിലെന്തോ അരക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒറിജിനൽ ആണെന്നാണ് അജിഷേട്ടൻ വിചാരിച്ചിരുന്നത്. അടുത്ത് ചെന്നപ്പോൾ മാത്രമാണ് അതൊരു പ്രതിമയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നീട് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു മിനി ബേക്കറിയാണ്. അതായത് ആധുനിക രീതികളിൽ നിന്ന് മാറി പുതുതലമുറ ഫാസ്റ്റ് ഫുഡിനെ ആശ്രയിച്ചിരിക്കുകയാണ്. ഫാസ്റ്റ് ഫുഡിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് ആ ബേക്കറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ അൽഫാമിൻ്റെയും ഷവർമയുടെ ഒക്കെ പുറകിലാണല്ലോ. ബർഗറായിട്ടും സാൻഡ്വിച്ചായിട്ടും നമ്മൾ വാങ്ങിക്കഴിക്കുന്നതിന് കയ്യും കണക്കുമില്ല. ആധുനിക രീതിയിൽ ഇതൊന്നും ഇല്ലായിരുന്നു. നാച്ചുറലായിട്ടുള്ള പാടശേഖരത്തിൽ പോയി അധ്വാനിച്ച് കിട്ടുന്ന നല്ല വിഷവിമുക്തമായ ഫുഡുകളായിരുന്നു. എന്നാൽ ഇപ്പോൾ വിഷം നിറഞ്ഞ ഫുഡുകളാണ് നമ്മളെല്ലാവരും ആശ്രയിക്കുന്നത്. അത് ആ ഒരു ബേക്കറിയുടെ ആ ഒരു സെറ്റിങ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ആധുനിക രീതിയിൽ നിന്നും എത്രത്തോളം മാറിയിട്ടുണ്ടെന്നുള്ളത്. അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് കുറച്ച് സ്റ്റെപ്പ് വൈസായിട്ട് നടന്നു പോകുമ്പോൾ ഒരു വള്ളിച്ചെടികളെല്ലാം കൂടി ഇങ്ങനെ കൂടി പിണഞ്ഞ് കിടക്കുന്നതാണ് കാണുന്നത്. വളരെ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ. അല്ലുവിന് അതിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. കുറച്ച് റിസ്ക് ആയിരുന്നു, കാരണം അതെല്ലാം ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കൊണ്ടിട്ട് കയറി കഴിഞ്ഞ് കാലെവിടെയെങ്കിലും ഉടക്കി പോയി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ പുഴയുടെ സൈഡിൽ കൂടെയുള്ള ആ ഒരു നടപ്പാത സെറ്റ് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഭംഗിയുള്ളതാണ് കേട്ടോ. നമുക്കത് നടന്നു പോകുന്നത് സമയം പോകുന്നത് ഒന്നും നമ്മൾ അറിയത്തേയില്ല. അത്രയ്ക്ക് മനോഹരമായൊരിടം. അവിടെ നിന്ന് നേരെ നമ്മൾ നടന്നു പോകുന്നത് കുഞ്ഞുങ്ങളുടെ പാർക്കിലേക്കാണ്. അത്യാവശ്യം കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള കുറച്ച് റൈഡുകളൊക്കെ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഊഞ്ഞാലായിട്ടും സ്ലൈഡിങ്ങും പിന്നീട് കുഞ്ഞുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിപ്പിക്കാൻ കുറച്ച് ആനിമൽസിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് കയറിയിരുന്ന് ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും അത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരിടമാണിത്. പാർക്കിൽ കയറി കഴിഞ്ഞാൽ അല്ലൂസിനെ ഇറക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എത്ര ടൈം പോയെന്ന് തന്നെ അറിയില്ല. എന്നാൽ മനോഹരമാണ്. കുറേ കുട്ടികൾ അവരുടെ പേരൻസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിരുന്നു. പരസ്പരം പരിചയപ്പെടുക, എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ഏരിയയിൽ തന്നെയാണ് ഒരു ചെറിയ മിനി ജിമ്മും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നമ്മൾ ചെന്നപ്പോൾ കുറേ പേര് അതിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും അവിടെ ഒരു ബോർഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ ഈ അവിടെയുള്ള ആ ഒരു കളിക്കുന്ന റൈഡിലൊക്കെ കയറുമ്പോൾ നമ്മൾ തന്നെ അവരെ നോക്കണം. തലമുറ എല്ലാ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവിടെ വളരെ മനോഹരമായിട്ടാണ് വൃക്ഷങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. നമ്മുടെ മുൻ തലമുറ ഉപയോഗിച്ചിരുന്ന ആട്ടുകല്ല്, നനകല്ല്, അരകല്ല്, അതുപോലെ തന്നെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന കൊരണ്ടി എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ ഒരു പ്രത്യേക സെക്ഷനിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്.
റൈഡിങ്ങും പിന്നീട് കുഞ്ഞുങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിപ്പിക്കാൻ കുറച്ച് ആനിമൽസിനെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് ജസ്റ്റ് കയറി ഇരുന്ന് ഫോട്ടോ എടുത്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും അത്. ആരോഗ്യമാണല്ലോ നമുക്ക് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതൊന്ന്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ അവിടുത്തെ ചുമരിൽ എഴുതി വെച്ചിരുന്നത്. ഡയബറ്റിക് പേഷ്യൻസിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ കുറേ ബോർഡ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് എന്തൊക്കെ മുൻകരുതലുകളാണ് വേണ്ടത്, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് എന്നൊക്കെയുള്ള കുറേ ഇൻസ്ട്രക്ഷൻസ് അടങ്ങിയ കുറേ ബോർഡുകൾ ആ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ തന്നെ 2-3 ഊഞ്ഞാലും ഒരു വലിയ ആനയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ഫ്രെയിമും എല്ലാം ആ ഒരു ഏരിയ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറം രാജ്യത്ത് പോയി താമസിച്ചിട്ട് വരുന്നവർക്കൊക്കെ ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. വിഷന് അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ ഒരു പുളിമരമൊക്കെ നിൽക്കുന്നതിന് ഒരു പുളിയൊക്കെ പറിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു ആള്. എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അത് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു ഏരിയയിൽ എന്തൊക്കെയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ പൂൾ വില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു നടപ്പാത അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 സൈഡിലായി നല്ല ചെടികളും ഇഷ്ടംപോലെ പൂക്കളും. ആ പൂക്കൾ എന്ന് പറഞ്ഞാൽ പല വെറൈറ്റി പൂക്കളും പല കളറിലുള്ളതും ആയതുകൊണ്ട് തന്നെ അതിൻ്റെ നടുക്കൂടെ അങ്ങനെ നടന്നു പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പൂൾ വില്ലയിലേക്ക് കടക്കുന്നതിന് സൈഡിലായിട്ട് ഒരു റീഡിംഗ് ലോഞ്ച് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമാണ് കേട്ടോ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട്.
വാട്ടർഫോൾസ് കണ്ടപ്പോഴത്തേക്ക് അവൻ അതിലേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരുന്നു. കാരണം ഐലൂസ് പണ്ടൊരിക്കൽ ഹാപ്പി ലാൻഡിൽ പോയി വെള്ളത്തിൽ കളിച്ചതിൽ പിന്നെ അവൻ എവിടെ വെള്ളം കണ്ടാലും അപ്പം അതിലിറങ്ങി സ്വിമ്മിംഗ് പൂളാണെന്ന് പറഞ്ഞ് കളിക്കണം. പിന്നീട് നമ്മൾ പോയത് വൃക്ഷങ്ങളും ചെടികളും അതുപോലെ തന്നെ ഈ തൈകളുണ്ടല്ലോ, ഫലവൃക്ഷങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലൊരു ഏരിയ തന്നെയുണ്ട് എന്ന് പറയാം. കുറച്ച് നടക്കണം, മുകളിലേക്ക് പോകുമ്പോഴാണ് അവിടെയാണ് നമ്മൾ ഈ ചെടികളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്യാവശ്യം കുറേ വൃക്ഷങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കേട്ടിട്ടില്ലാത്ത കുറേ വൃക്ഷങ്ങൾ അവരെല്ലാം അതിന് വൃക്ഷങ്ങളുടെ ഒക്കെ സൈഡിലായിട്ട് അതിൻ്റെ പേര് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു ഏരിയ തന്നെയാണ് ഒരു ചെറിയ ലവ് ബേഡ്സും കുറേ കിളികളുടെയൊക്കെ കൂടും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നടപ്പാതയാണ് ആ പാർക്കിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. കാരണം ആ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴേക്ക് മിനി ജിമ്മിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ എക്സസൈസ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഫ്രീ അല്ലായിരുന്നു. തിരിച്ചു വന്നപ്പോഴേക്കും കുറച്ച് പേരൊക്കെ പോയതിനാൽ ജിമ്മ് ഫ്രീ ആയിട്ട് കിട്ടി. അതുകൊണ്ട് തന്നെ അജീഷൻ അതിലൊക്കെ കയറിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ശരിയാണോ എന്നൊന്നും അറിയത്തില്ല. എന്നാലും അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരുപാട് നടന്ന് കാണാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടയേർഡായിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ നമുക്ക് വിശ്രമിക്കാനായിട്ട് 2-3 ഇരിപ്പിടങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആറിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ നല്ല കാറ്റൊക്കെ അടിച്ച് അവിടെ എങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം ദാഹത്തിന് വേണ്ടിയിട്ട് അവിടെ കുടിവെള്ളവും അവർ ചെയ്തിട്ടുണ്ട്. ലൈറ്റുകളൊക്കെ തെളിഞ്ഞപ്പോൾ തന്നെ പ്രത്യേക ഭംഗിയായതുകൊണ്ട് ഒന്നും കൂടെ ഒന്ന് മൊത്തത്തിൽ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. നമ്മൾ ആദ്യം ചെന്ന് കയറിയ കവാടത്തിൽ ഒരു പോണ്ട് സെറ്റ് ചെയ്തിരുന്നല്ലോ, അതിൽ വാട്ടർ ഡാൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ. ലൈറ്റ് സെറ്റ് ചെയ്തപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണത് കാണാൻ. അങ്ങോട്ട് നമ്മൾ പോയപ്പോഴത്തേക്ക് യോഗ ഹാള് കാണാൻ പ്രത്യേക ഭംഗിയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നമ്മളത് വലിയ ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ തിരിച്ചു വന്നപ്പോഴേക്കും ലൈറ്റുകളൊക്കെ തെളിഞ്ഞപ്പോൾ ആ ഹാള് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ അടുത്തേക്കൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നോക്കി. അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ ഈവനിങ് വ്യൂവും
നൈറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ചിലർ വന്നു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് പോകും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാനേ തോന്നത്തില്ല. അത് ഓപ്പണിംഗ് ആയ ടൈം മുതൽ ക്ലോസ് ആയ ടൈം വരെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് തിരിച്ച് പോകാൻ തോന്നത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളുടെ തറവാട്ടിലൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ, ആ സെയിം ഫീലാണ് നമുക്ക് ഇവിടെ ഇരിക്കുമ്പോഴും കിട്ടുന്നത്. നോക്കിക്കേ, ആ തുളസിത്തറയും അതിന് ചുറ്റുമുള്ള ആ ഓരോ ലൈറ്റിങ്ങും കാണുമ്പോൾ എന്ത് ഭംഗിയാണ്, കണ്ണിനൊരു പ്രത്യേക കുളിർമയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ മനസ്സും നിറയും. നമ്മളുടെ ആ കൊച്ചു ഗ്രാമത്തിൽ ഇത്രയും മനോഹരമായ ഒരു പാർക്ക് പോയില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്. അത്രയും മനോഹരമാണ് ആ ഒരു പാർക്കിൽ ആ ഒരു ഈവനിങ് ടൈമിൽ പോയി സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. 7:30 ആയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കാരണം അല്ലൂസ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ യാത്രകൾ ഞങ്ങൾ കഴിവതും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഏകദേശം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അവിടുത്തെ ആദ്യം മുതൽ അവസാനം വരെയും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറേ നടന്നതുകൊണ്ടിട്ടും കളിച്ചതുകൊണ്ടിട്ടും അല്ലൂസ് ആകെ ടയേർഡായിട്ടുണ്ട്. വെള്ളമൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശിയായിരുന്നു. വെള്ളം നമ്മൾ അത്യാവശ്യം കുടിക്കാനുള്ളത് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ ഒരു ഫുഡ് കോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ജസ്റ്റ് ഒന്ന് പോയിട്ട് എന്തൊക്കെയുണ്ട് എന്ന് നമ്മൾ തിരക്കിയിരുന്നു. നാച്ചുറലായിട്ടുള്ള നമ്മളുടെ ആരോഗ്യത്തിന് ഹാനികരമാകാത്ത വിധം ഉള്ള ആഹാരങ്ങളാണ് അവരവിടെ നൽകുന്നത്. കുറച്ച് നേരം നമ്മൾ ആ ഫുഡ് കോർട്ടിലൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് കുറേ ടൈമും കൂടെ കഴിഞ്ഞിട്ട് ഏകദേശം ക്ലോസ് ചെയ്യാറായപ്പോഴാണ് നമ്മൾ അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ കാണുന്ന എല്ലാവരും അവിടെ പോകണം, അവിടെ പോയി അതെല്ലാം ആസ്വദിക്കണം. കാരണം നിങ്ങൾക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്ലേസാണ് ഈ ആരോഗ്യ നികേതനം എന്ന് പറയുന്ന പാർക്ക്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും മനോഹരമായ മറ്റു വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.